എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആകാശക്കാഴ്ചകൾ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന അവസാനത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഏതാനും വിവരങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ രേഖപ്പെടുത്താനായി ഒരു പേപ്പറും പേനയും വേണം. ആദ്യം ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തുക. അതിനുശേഷം ക്ലാസ് കണ്ടിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം: വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുകയും ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങളെ എന്ത് വിളിക്കുന്നു? ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ടാണ് അല്ലേ? വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ, അപ്പോൾ ഇത് മാത്രമല്ല വേറെയും ആവശ്യങ്ങൾക്കുണ്ട്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന, വിക്ഷേപിക്കുന്ന ഉപകരണങ്ങളെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ്? മനുഷ്യൻ നിർമ്മിക്കുന്നതാണ് അല്ലേ? എന്നിട്ട് എങ്ങോട്ടാണ് അയക്കുന്നത്? ബഹിരാകാശത്തേക്കാണ് അയക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങളുമുണ്ട്. വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനം പോലുള്ള വ്യത്യസ്ത ആവശ്യങ്ങളുമുണ്ട്. അപ്പോൾ ഏത് ഉപകരണത്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ? ഏതാണ്? കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനം, പ്രതിരോധം, വിദ്യാഭ്യാസം, ഗതാഗതം, ഇത്തരത്തിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച് റോക്കറ്റിൽ കയറ്റി ബഹിരാകാശത്തേക്ക് അയക്കുകയും അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഇവ പ്രവർത്തിക്കുകയാണ്, ബഹിരാകാശത്ത് നിന്ന് അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുവഴി, ഇത്തരത്തിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി മനുഷ്യന് അറിയാനും പല ഉപകാരങ്ങൾ ലഭിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ അതാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. നിങ്ങൾ പലപ്പോഴും ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അപ്പോൾ ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ചന്ദ്രയാനാണോ, ആര്യഭട്ടയാണോ, ഇൻസാറ്റാണോ, മംഗൾയാനാണോ? ഏതാണ്? ആര്യഭട്ടയാണ്. ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭടൻ്റെ പേരിലാണ് ഈ ഒരു കൃത്രിമ ഉപഗ്രഹം അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം: കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഉൾപ്പെടാത്തതാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. TV, മൊബൈൽ ഫോൺ തരംഗങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. അപ്പോൾ ടി വിയിലേക്ക് നമ്മൾ DTH കണക്ഷൻ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ്? ആ DTHൻ്റെ റിസീവർ നമ്മുടെ വീടിൻ്റെയൊക്കെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആകാശത്തേക്ക് മുഖം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആകാശത്തേക്ക് മുഖം തിരിച്ച് വെച്ചിട്ടുള്ളത്? അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ വളരെ ഉയരത്തിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്ക് TV ചാനലുകൾ ഈ ഡിഷിലേക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണുകളും ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ധർമ്മമാണ്. അപ്പോൾ നമുക്കവിടെ ശരിയിടാം. ഉൾപ്പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച് കാലാവസ്ഥാ പ്രവചനം നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയിട്ടുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളിൽ അത് പഠിക്കാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവും. വലിയ ക്യാമറകൾ ഉണ്ടാവും, സെൻസറുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ, ഈ മേഘങ്ങളുടെ സ്ഥാനം എവിടെയാണ്, ചുഴലിക്കാറ്റിൻ്റെ സ്ഥാനം എവിടെയാണ്, അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത്, എത്ര വേഗത്തിലാണ് പോകുന്നത്, അപ്പോൾ എത്ര സമയം കഴിഞ്ഞാൽ എവിടെയാണ് എത്തുക, ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയുള്ള സാറ്റലൈറ്റ്സിൻ്റെ. ഓക്കെ, യെസ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്: പുതിയ നക്ഷത്രങ്ങളെ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. അപ്പോൾ പുതിയ നക്ഷത്രങ്ങളെ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കുമോ? ഇല്ല, അതിന് സാധിക്കില്ല അല്ലേ? അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്: സമുദ്ര പഠനങ്ങൾക്കും ഭൂപട നിർമ്മാണത്തിനും സഹായിക്കുന്നു. അപ്പോൾ ഭൂപടങ്ങൾ, മാപ്പുകളുടെ നിർമ്മാണത്തിന് ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ സമുദ്ര പഠനങ്ങൾക്കും, സമുദ്രത്തിനെ പറ്റിയുള്ള പഠനങ്ങൾക്കും സഹായിക്കുന്നു. അപ്പോൾ അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ധർമ്മങ്ങളിൽ പെടാത്തതാണ് വേണ്ടത്. ഏതാണ് പെടാത്തത്? ഓപ്ഷൻ C ആണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം:
താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പേരുകളാണ് വലതുഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അവിടെ പേര് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത നമ്മൾ ഇടതുഭാഗത്ത് നിന്ന് കണ്ടെത്തണം. ഓക്കെ, അതിനെ യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യ കൃത്രിമ ഉപഗ്രഹം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് അല്ലേ, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു. അപ്പോൾ 1 ഏതിനോട് ജോഡി ചേർക്കണം? സി. ഓക്കെ. 2 വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഇന്ത്യ അയച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ് ആണ്. അതിൽ നമുക്ക് എഡ്യു കാണാം അല്ലേ, EDUSAT, സാറ്റലൈറ്റ്. എഡ്യൂക്കേഷനും സാറ്റലൈറ്റും. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഇന്ത്യ അയച്ചിട്ടുള്ളത്? എഡ്യൂസാറ്റ് ആണ്. അപ്പോൾ 2A ആണ്. 2A നമുക്കവിടെ ജോഡി ചേർക്കാം. 3 വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ടുള്ളത് ഏതാണ്? ഇൻസാറ്റ് ആണ്. ഇൻസാറ്റിൽ തന്നെ പല കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ഏതാണ്? ബി ആണ്. അപ്പോൾ 1C 2A 3B അത് വരുന്നത് ഏതാണ്? 1C 2A 3B ഓപ്ഷൻ ബി ആണ്. അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം പരിശോധിക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? നമ്മൾ കലണ്ടറുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇംഗ്ലീഷ് കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നും വിളിക്കുന്നു. യെസ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, ലോകത്തിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കലണ്ടർ ഏതാണ്? ക്രിസ്തുവർഷ കലണ്ടർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ ആണ്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗ്രിഗോറിയൻ കലണ്ടർ. ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. അടുത്തത് മലയാള മാസങ്ങൾ കൊല്ലവർഷത്തിലുള്ളവയാണ്. ഓക്കെ, അപ്പോൾ മലയാള മാസങ്ങൾ നമ്മുടെ ചിങ്ങം, കന്നി, തുലാം അതൊക്കെ ഏത് വർഷത്തിലുള്ളതാണ്? കൊല്ലവർഷത്തിലാണ്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ശരിയിടാം. 3 കൊല്ലവർഷവും ശകവർഷവും ഒന്നാണ്. അത് ശരിയാണോ? കൊല്ലവർഷവും ശകവർഷവും ഒന്നാണോ? അല്ല, നമ്മുടെ മലയാള മാസങ്ങളൊക്കെ വരുന്നത് കൊല്ലവർഷത്തിലാണ്, പക്ഷേ ശകവർഷം വേറെയാണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. കൊല്ലവർഷത്തിലെ ആദ്യ മാസവും അവസാന മാസവും ക്രമമായി നൽകിയിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണ്? അപ്പോൾ കൊല്ലവർഷം നമ്മുടെ മലയാള മാസങ്ങൾ വരുന്ന കലണ്ടർ സമ്പ്രദായമാണ്. അതിൽ ആദ്യത്തെ മാസവും അവസാനത്തെ മാസവുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓപ്ഷൻസ് വായിക്കാം. എ മേടം, മീനം. അപ്പോൾ ആദ്യത്തേത് മേടവും അവസാനത്തേത് മീനവുമാണെന്നാണ് അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ. ബി ചിങ്ങം, കർക്കിടകം. സി ചിങ്ങം, കന്നി. ഡി ജനുവരി, ഡിസംബർ. അപ്പോൾ ഏതാ ചോദിച്ചത്? കൊല്ലവർഷമാണ്. അപ്പോൾ ജനുവരിയും ഡിസംബറും കൊല്ലവർഷത്തിലാണോ? അത് നമുക്ക് ആവശ്യമില്ലല്ലേ, അത് നമുക്ക് തെറ്റിടാം. അത് നമ്മുടെ ഗ്രിഗോറിയൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടറിലാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനിയുള്ളതിൽ ആദ്യത്തേത് ഏതാണ്? കൊല്ലവർഷത്തിലെ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തെ മാസം ചിങ്ങമാണ്. അത് നമുക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. 2 ഓപ്ഷനുകളുണ്ട്. ചിങ്ങം കർക്കിടകവുമുണ്ട്, ചിങ്ങം കന്നിയുമുണ്ട്. അവസാനത്തേത് ഏതാണ്? കന്നിയാണോ? അല്ല, ചിങ്ങം, കന്നി, തുലാമാണ് അല്ലേ. ചിങ്ങം കഴിഞ്ഞിട്ടാണ് കന്നി വരുന്നത്. അവസാനം വരുന്നത് ഏതാണ്? കർക്കിടകമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? സിമ്പിളാണ്. യെസ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ ഏതാനും പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ തെറ്റായ പ്രസ്താവന വേണം കണ്ടെത്താൻ. ഓക്കെ അല്ലേ? നോക്കാം. കൊല്ലവർഷം കേരളത്തിൽ പ്രചാരത്തിലുള്ളതാണ്. കൊല്ലവർഷം കേരളത്തിൽ പ്രചാരത്തിലുള്ളതല്ലേ? അതിലെ മാസങ്ങളല്ലേ ചിങ്ങം, കന്നി, തുലാം. മലയാള മാസം എന്നല്ലേ അതൊക്കെ അറിയപ്പെടുന്നത് അല്ലേ? യെസ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ശരിയിടാം. 2 ഹിജറ വർഷം സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഹിജറ വർഷ കലണ്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? സൂര്യനെ അടിസ്ഥാനമാക്കിയാണോ? അല്ല, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹിജറ വർഷ കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇത് തെറ്റായ കാര്യമാണ്. സി ശകവർഷം ഇന്ത്യയുടെ ഔദ്യോഗിക വർഷമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. ശരിയായിട്ടുള്ള കാര്യം. അടുത്തത് ഗ്രിഗോറിയൻ കലണ്ടർ ഇംഗ്ലീഷ് കലണ്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഗ്രിഗോറിയൻ കലണ്ടറും ഇംഗ്ലീഷ് കലണ്ടറും
ക്രിസ്തുവർഷ കലണ്ടറും ഒക്കെ ഒന്നാണെന്ന്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, 8ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനയും പരിശോധിക്കാം. ആദ്യത്തേത്, ശകവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ശകവർഷത്തിലെ മാസമാണോ ചിങ്ങമാസം? അല്ല. ഏത് വർഷത്തിലുള്ളതാണ്? കൊല്ലവർഷത്തിലുള്ളതാണ് അല്ലേ? മലയാള മാസമാണ് ചിങ്ങമാസം. അപ്പോൾ ഈ ശകവർഷത്തിൽ ഏറ്റവും ആദ്യത്തെ മാസം ഏതാണെന്ന് അറിയാമോ? ചൈത്രമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കവിടെ എഴുതി വെക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രസ്താവന വേണ്ടിയിരുന്നത്? ശകവർഷം ആരംഭിക്കുന്നത് ചൈത്രമാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയിടാമായിരുന്നു. ഇവിടെ തെറ്റായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ തെറ്റിട്ടു. 2ാമത്തത്, കൊല്ലവർഷം ആരംഭിക്കുന്നത് മേടമാസത്തിലാണ്. കൊല്ലവർഷം ഏത് മാസത്തിൽ ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞത്? മേടം. കൊല്ലവർഷം മേടമാസത്തിലാണോ ആരംഭിക്കുന്നത്? അല്ല. ഏത് മാസത്തിലാണ്? ചിങ്ങമാസത്തിലാണ്. അപ്പോൾ ആദ്യത്തെ മാസം ഏതാണ് കൊല്ലവർഷത്തിൽ? ചിങ്ങം. ഓക്കെ, അപ്പോൾ അതും തെറ്റായ കാര്യമാണ്. കൊല്ലവർഷത്തിൽ ആകെ 10 മാസങ്ങളാണുള്ളത്. കൊല്ലവർഷത്തിൽ എത്ര മാസങ്ങളുണ്ടാകെ? 10 ആണോ? അല്ല, അതും തെറ്റാണ്. എത്രയാണ്? 12 മാസങ്ങളാണുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടറിലായാലും കൊല്ലവർഷത്തിലായാലും 12 മാസങ്ങൾ തന്നെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നും ശരിയില്ല അല്ലേ? എല്ലാം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം തെറ്റാണ് എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത്? തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, വിഷു വരുന്നത് മേടമാസത്തിലാണ്. അപ്പോൾ വിഷു ഏത് മാസത്തിലാണ്? മേടമാസത്തിലാണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. മേടമാസത്തിലാണ് വിഷു വരുന്നത്. നമുക്കവിടെ ശരിയിടാം. ഓക്കെ. 2, മേടം 1 കർഷക ദിനമായി ആചരിക്കുന്നു. നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കർഷക ദിനം എന്നാണ്? മേടം 1 ആണോ? അല്ല. ഏത് മാസത്തിലാണ് കർഷക ദിനം? ഏത് മാസം 1-ാം തീയതിയാണ്? ചിങ്ങം 1-നാണ് കർഷക ദിനം. പുതുവർഷമാണ് അല്ലേ? പുതുവത്സരമാണ് അവിടെ വരുന്നത്. നമ്മുടെ വർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. കൊല്ലവർഷം ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ 1-ാം തീയതിയായ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള കാര്യമാണ്. 3, ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഓണം ഏത് മാസത്തിലാണ്? ചിങ്ങത്തിലാണ്. അത് നമുക്ക് ശരിയിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണ് തെറ്റ്? 2 മാത്രം തെറ്റ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശരിയാണ് 1ഉം 3ഉം എന്ന് കരുതി നേരിട്ട് ഇതിലേക്ക് പോവരുത്. കാരണം തെറ്റായതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ ശരി ഉത്തരം സി ആണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരി 26 കൊല്ലവർഷ തീയതി ഏതാണ്? ഇപ്പോൾ 2026 ഫെബ്രുവരി 26 അത് ഏത് വർഷത്തിലുള്ള തീയതിയാണ്? ഗ്രിഗോറിയൻ കലണ്ടറിലാണ് അല്ലേ? ഇംഗ്ലീഷ് കലണ്ടറിലാണ്. അതിൻ്റെ കൊല്ലവർഷത്തിലെ തീയതി അത് ഏത് ദിവസം? കൊല്ലവർഷത്തിൽ ഏത് വർഷം, ഏത് മാസം, എത്രാം തീയതി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിനെ വെച്ചൊന്നും ഇങ്ങനെ ചോദിക്കില്ല. ഇത് ജസ്റ്റ് ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? നമ്മുടെ എക്സാം ഉള്ള ദിവസമാണ് അല്ലേ? കൊല്ലവർഷത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഏത് വർഷമാണ് കൊല്ലവർഷത്തിൽ നിലവിലുള്ളത്? 1201. ഓക്കെ, 1201 ഈ വർഷം. 2026 കൊല്ലവർഷത്തിലെ 2 വർഷങ്ങൾ വരുന്നുണ്ട്, 1201ഉം 1202. അപ്പം നിലവിൽ ഏത് വർഷമായിട്ടേ ഉള്ളൂ? 1201 തന്നെയാണ്. അത് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് 1202 കടക്കുക. ഓക്കെ, അപ്പോൾ 1201 ഇപ്പോൾ ഉള്ള വർഷം. ആ കാര്യം അതോടെ ഓർത്ത് വെച്ചോ. പിന്നെ ഏത് മാസമാണ്? കുംഭമാസമാണ്. ഏത് മാസം? കുംഭം. നിങ്ങളിത് കലണ്ടറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുംഭമാസത്തിൽ തന്നെ എത്രാം തീയതിയാണ് ഈ ഫെബ്രുവരി 26 വരുന്നത്? കുംഭം 14. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെച്ചോ. കാരണം നമ്മുടെ എക്സാമൊക്കെ ഉള്ള തീയതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ശവ്വാൽ മാസം ഏത് കലണ്ടർ സമ്പ്രദായത്തിലാണ് ഉൾപ്പെടുന്നത്? അപ്പം മാസത്തിൻ്റെ പേരെന്താണ്? ശവ്വാൽ. അപ്പോൾ 4 ഓപ്ഷനുകൾ നൽകി. കൊല്ലവർഷം, ഗ്രിഗോറിയൻ കലണ്ടർ,
ഹിജറ വർഷം, ശകവർഷം. അതിൽ ഏതിലാണ് ശവ്വാൽ മാസം വരുന്നത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 10 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. എത്ര സ്കോറാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.